ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഫ് സ്ലീവ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമൽ സ്ലീവ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ക്ലോത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് മാർക്ക് ചെയ്യാമെന്നൊക്കെയുള്ളത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഡ്രോയിങ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യാം. ക്യാപ്പ് ഹൈറ്റ് എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരാളുടെ ചെസ്റ്റ് എത്രയാണോ അതിനെ 12 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന അളവാണ് ക്യാപ്പ് ഹൈറ്റ്. അത് മാർക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ സ്ലീവ് റൗണ്ട് എത്രയാണോ അത് മാർക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ നമുക്കിങ്ങനെ ഒന്ന് ഷേപ്പ് കൊടുക്കണം. ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്, അല്ലെങ്കിൽ 3 ഇഞ്ച്. 1.5 ഇഞ്ച് എന്ന് പറയുന്നത് ബ്ലൗസിനും, 3 ഇഞ്ച് നമ്മൾ മറ്റുള്ള ചുരിദാറുകൾക്കൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് ഓരോ ബ്ലൗസ് വരുമ്പോഴും ചുരിദാർ വരുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഈ പറയുന്ന അളവുകൾ നിങ്ങളൊന്ന് വരച്ച് വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം സീം അലവൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമൽ സ്ലീവ് വരയ്ക്കേണ്ടത്. അപ്പോൾ അടുത്തത് നമുക്ക് പഫ് സ്ലീവ് പഠിക്കാം. അപ്പോൾ നമ്മളിത് പഠിക്കുന്നത് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ച് വെക്കണം കേട്ടോ. അത് പറയുന്ന അളവുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണേ. അപ്പോൾ നമുക്ക് പഫ് സ്ലീവ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഓരോ സ്ലീവ് ചെയ്യുമ്പോഴും അതിൻ്റെ മീതെ ഏത് സ്ലീവാണെന്നുള്ളത് പേര് എഴുതി വെക്കണേ. പിന്നെ ഇതേപോലെ തന്നെ നമ്മളൊരു ബോക്സ് വരയ്ക്കുക. നമ്മൾ നോർമൽ സ്ലീവ് ചെയ്തതുപോലെ തന്നെ ഫസ്റ്റിലൊരു ബോക്സ് വരയ്ക്കുക. ഇത് ഞാൻ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ലെങ്ത്ത് കൂടുതലും കുറച്ച് വിഡ്ത്ത് കുറവുമായിട്ടുള്ള ലെവലിലാണ് വരച്ചെടുക്കുന്നത്. നമുക്ക് നമ്മുടെ അളവിന് ക്ലോത്തിൽ മാർക്ക് ചെയ്യും. അതൊക്കെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇനി ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ക്യാപ്പ് ഹൈറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചെസ്റ്റ് ബൈ 12. അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ, ആ ഒരു ഫോർമുല. പിന്നെ സ്ലീവ് റൗണ്ടിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ മാർക്ക് ചെയ്തത് നമ്മുടെ സ്ലീവ് എത്രയാണോ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്തത്. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്യണം. പഫിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്ലീവിന് നമുക്ക് ക്ലോത്ത് കൂടുതൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും 4 ഇഞ്ച്, നമ്മൾ കറക്റ്റ് അളവിൽ നിന്ന് 4 ഇഞ്ചും അതുപോലെ മീതേക്ക് എക്സ്ട്രാ എത്ര പഫ് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടിക്കൊടുക്കാം. അതായത് 4 ഇഞ്ച് മുതൽ 15, 20 ഇഞ്ച് വരെ കൊടുക്കാം. പഫിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇവിടെ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 2.5 ടച്ച് ചെയ്തിട്ട് ഈ 4 നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഈ 4ലേക്ക് കൊടുക്കുക. പിന്നെ നമ്മുടെ ഒരു ക്യാപ്പ് ഹൈറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, 2.5-ൽ നിന്നും 4ലേക്ക് ടച്ച് ചെയ്യുക. 4-ൽ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റ് അളവിലേക്ക് മാർക്ക് ചെയ്യുക. എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കുക. അപ്പോൾ 2.5-ൽ നിന്നും നമ്മുടെ 4ലേക്ക് ടച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റ് അളവിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഫ് സ്ലീവ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ക്ലോത്തിൽ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പഫ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ലെങ്ത്ത് കൂട്ടാം കേട്ടോ. 4 മുതൽ 15 ഇഞ്ച് അതല്ലെങ്കിൽ 20 ഇഞ്ച് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.